ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒരു പ്രോഡക്റ്റിന്റെ കേട്ടോ, ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താന്നുള്ളത്. അതെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പ്രോഡക്റ്റ്. അത് നമ്മൾ ഈ എംബ്രോയിഡറി ഇതൊക്കെ ചെയ്യണം, പിന്നെ അതുപോലെ തയ്യൽ ഇതൊക്കെ അറിയണവർക്കും ആവശ്യപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞാൽ ബീഡ് പഞ്ച് ചെയ്യണ മെഷീനാണ് കേട്ടോ. അപ്പൊ ഞാൻ പുതിയത് വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇതിനെ പറ്റി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബീഡ് ഇങ്ങനെ വെച്ചിട്ട് തുന്നി പിടിപ്പിച്ചൊക്കെ വരുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ആ സമയം നമുക്ക് ലാഭിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ മേടിച്ച ഒരു മെഷീനാണ് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന് വില ഒരു 600 രൂപയ്ക്ക് വന്നു. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ വെച്ച് ഓർഡർ ചെയ്തപ്പോൾ നമുക്കൊരു 500 കിട്ടിയിട്ടോ. കുറച്ച് കാര്യങ്ങൾ ഇതിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് നമ്മുടെ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇത് കണ്ടില്ലേ, ഈ പടത്തിലുണ്ട് കേട്ടോ. നമുക്കിപ്പോ ഇതിന്റെ എന്താ പറയാ, ഒരു ലിവർ കണ്ട, ഇതാണ് ലിവർ കേട്ടോ. പിന്നെ പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ പിന്നും അതുപോലെ തന്നെ ബീഡും വെച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. തുണിയിൽ നമ്മൾ ചെയ്യാട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതിന്റെ ഗ്യാസ്കറ്റ് എന്നാണ് ഇതിനെ പറയാട്ടോ. ഈ ഒരു ഭാഗത്തിന് നമ്മൾ ചെയ്യുമ്പോൾ വേണ്ടി ഇങ്ങനെ നമ്മൾ എടുക്കാട്ടോ. ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം വരിക. അപ്പൊ ഞാനിത് വാങ്ങിയപ്പോൾ പിന്നെ ഇതിന്റെ ഒപ്പം എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിതിന് ഇടാനുള്ള നോസിൽസ് ഇല്ലേ, ഇതുപോലെ ഈ നോസിൽസ്, അതായത് നമ്മുടെ ഓരോ നമ്മൾ ബീഡ് എടുക്കുമ്പോഴും ഓരോ ബീഡിന്റെ ഓരോ വലിപ്പം ഉണ്ടാവല്ലോ. അപ്പൊ ആ ബീഡിനനുസരിച്ച് ഇപ്പൊ ഇതിൽ 4mm അതുപോലെ 5mm ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഇതിൽ എക്സ്ട്രാ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ വേറെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. പക്ഷെ നമ്മൾ ബീഡ് മേടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ എനിക്ക് ഇതിന്റെ ഒപ്പം കിട്ടിയ ബീഡാണ് കേട്ടോ. ഈ ഒരു ബീഡ് എനിക്ക് ഒപ്പം കിട്ടിയതാണ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാലോ. അപ്പൊ ഈ ബീഡിന് കണ്ടില്ലേ, ഇവിടെ ഹോൾസ് ഒന്നും ഇല്ല കേട്ടോ. ഹോൾസ് ഇല്ലാത്ത ബീഡ് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഹോൾസ് വേണ്ട, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനത്തെ ബീഡ് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഇതിന് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതിന്റെ നോസിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിനിപ്പോ ഓരോ വലിപ്പത്തിലുള്ള നോസിലുകൾ ഞാനത് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഞാനത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നോസിൽ കേട്ടോ. നോസിൽ എന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു ഭാഗമില്ല, നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കാനുള്ളതാണ്. അതായത് ഓരോ ബീഡിന്റെ വലിപ്പത്തിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുക്കാം. ഓരോ ബീഡ് ഓരോ ഇതാണല്ലോ. അപ്പോൾ നമ്മൾ ബീഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഹോളില്ലാത്തത് മേടിക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ എടുക്കുക. എന്നിട്ട് ഇപ്പൊ 4 ഇതിന്റെ ഒപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അപ്പൊ ഇതാണ് ഇതിന്റെ കൂടെ കിട്ടിയത്. ഇതിന്റെ പിന്ന്, ഈ പിന്നാണ് നമ്മൾ പിന്ന് ചെയ്തിട്ടാണ് ഇത് പിന്ന് വരും കേട്ടോ. അത് പിന്നായി വരും. ഈ പിന്നെ ഇതിപ്പോ എനിക്ക് കിട്ടിയതാണ് ഇതിൽ കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇതിൽ പൊട്ടിച്ചിട്ടതാണ് കുറച്ച്. ഇത് ബാക്കി ഈ പിന്ന്. അപ്പോൾ ഈ പിന്ന് വെച്ചിട്ടാണ് നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ലോക്കായി കിട്ടുന്നത്. അപ്പോൾ അത് കണ്ടോ, ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ആ പിന്ന് കേട്ടോ. ഇതൊരു 4 ഒരു കൂർത്തം അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പിന്ന് നമ്മുടെ ആ നോസിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് പ്രസ് ചെയ്യുമ്പോഴാണ് അത് ആ തുണിയിൽ വന്നിട്ട് നമ്മൾ അടിച്ച് അത് ലോക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ ഇത് നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. ഇതിപ്പോ തൽക്കാലം ഞാൻ മേടിച്ചാണ്. ഒരു പാക്കറ്റ് ഞാൻ നാളെ വാങ്ങിയത് 90 രൂപയ്ക്ക്. അത്യാവശ്യം അധികം കിട്ടും കേട്ടോ. നമുക്ക് കുറച്ച് അധികം ബീഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മേടിച്ചാൽ മതി. കഴിയുമ്പോൾ മേടിച്ച് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ സൂചി നൂല് വെച്ച് തുന്നുണ്ടല്ലോ ഇങ്ങനെ വെക്കുമ്പോൾ, ഇത് നല്ല സ്ട്രോങ് ആട്ടോ. ഇതിങ്ങനെ അടിച്ചു വരുമ്പോൾ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് പെട്ടെന്നൊന്നും പറിച്ചെടുക്കാൻ ഇത് പറ്റില്ല. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഇട്ട് നോക്കാട്ടാ. അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിൽ ആ പിന്ന് കണ്ടില്ലേ, ഇതിലേക്ക് ഇപ്പൊ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയല്ലോ, കണ്ടില്ലേ. ഇനി നമ്മള് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇത് നമ്മുടെ ആ കറക്റ്റ് നോസിന്റെ അതിലേക്ക് നമ്മൾ ആ കറക്റ്റ് പിന്ന് കണ്ടില്ലേ, ആ ബീഡ് ഇങ്ങനെ വെച്ചൊന്ന് മുകളിലേക്ക് അമർത്തി കൊടുക്കട്ടാ. ഇത് നമുക്ക് തുണിയിൽ എങ്ങനെ ഇപ്പൊ മനസ്സിലായാലും ഒന്ന് അമർത്തി കൊടുക്കണം മുകളിലേക്ക് വെച്ചിട്ട്. ഇത് നമ്മള് തുണിയിൽ അടിച്ചു നോക്കാം നമുക്ക്. അപ്പൊ നമ്മൾ തുണി ഇതിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ലിവർ കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്യില്ലേ, കണ്ടോ. ലിവർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അമർത്തിയ അതൊന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. അത് കണ്ടില്ലേ, ഇപ്പൊ ഇതുപോലെ കണ്ട ലോക്കായിട്ട് പുറത്ത് വന്നേക്കുന്നുണ്ടോ. ഇതുപോലെ വരും, മനസ്സിലായോ. അപ്പൊ ഞാൻ ഇതുപോലെ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്തിട്ട് ഞാൻ കാണിച്ചു.
മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ മേടിച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്